Good morning, students. Today, continuation of the chapter Linear Equations. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് how to convert the following sentences into linear equations. ഇപ്പോൾ ലീനിയർ ഇക്വേഷൻസിൻ്റെ വേർഡ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് മിസ്സിന് മനസ്സിലായി നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതണമെന്നാണ് അറിയാത്തത്. അപ്പോൾ അത് പഠിപ്പിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഇക്വേഷൻസ് എല്ലാവരും സ്പീഡിൽ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് മിസ്സ് എന്ത് ചെയ്തു തരാം? ഇക്വേഷൻസ് സോൾവ് ചെയ്ത് തരാം. മിസ്സ് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. The sum of y and 7 equals 10. മാത്സിലെ സം എന്ന് പറഞ്ഞാൽ എന്താ? സം ഓഫ് y and 7 means y plus 7 equal to 10. അല്ലേ? നമുക്ക് പിന്നെ സോൾവ് ചെയ്യാൻ പഠിക്കാം. ഈ 15 is എന്ന് പറയുമ്പോൾ എങ്ങനെയാ? 15 equal to 15 equal to m more than 5. m മാത്സിലെ മോർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലസ് 5. കണ്ടോ? സെക്കൻഡ് പ്രോബ്ലം ആണേ. കൊച്ച് സിക്സ്ത്തുകാരുടെ സ്റ്റാർട്ടിങ് ആയത്. ആർ ഡിവൈഡഡ് ബൈ 8 ഈക്വൽസ് 5. ആറെന്ന് പറയുന്ന നമ്പറിനെ ഡിവൈഡഡ് ബൈ 8 ഈക്വൽസ് 5. പിടി കിട്ടിയോ? ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഹാഫ് ഓഫ് എ നമ്പർ എക്സ്. ഹാഫ് ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൻ്റെ പകുതി അല്ലേ? ഇപ്പം 8ൻ്റെ പകുതി കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യും? 8/2 ചെയ്യുന്ന പോലെ ഹാഫ് ഓഫ് എ നമ്പർ എക്സ്. അപ്പം എക്സിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ x/2 ആഡഡ് ടു 1 പ്ലസ് 1 ഈക്വൽ ടു 15. Understand? Then x exceeds y by 7. x exceeds. ഇപ്പം എങ്ങനെയാണെന്നറിയാമോ? മാത്സിൽ എക്സീഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ബൈ 7 മീൻസ് ഈക്വൽ ടു വൈ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 7. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യന് നോക്കിയോ, വായിച്ചോ. ദ പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് 5. ഞാൻ വലിയ പ്രോബ്ലംസ് ചെയ്യിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യണം. ദ പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് 5 ഈസ് 20. പറഞ്ഞോ. ദ പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് 5 എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ. വേരിയബിൾ എപ്പോഴും രണ്ടാമത്. 5x ഈക്വൽ ടു 20 എന്നാണ് അവർ പറഞ്ഞത്. അടുത്തത് വായിച്ചേ. ദ നമ്പർ 5 ഗ്രേറ്റർ ദാൻ p ഈസ് 10. The number 5 greater than p എന്ന് പറഞ്ഞാൽ p plus 5 equal to 10. Okay, then 5 times a number p is 80. 5 times എന്ന് പറഞ്ഞാൽ 5p equal to 80. അല്ലേ? 5p equal to 80. അടുത്ത ഒന്ന് വളരെ ഇമ്പോർട്ടൻ്റ്. ഒന്ന് വായിച്ചേ. 12 less than 3 times a number m is 27. 12 less than 3 times a number m. 3m. 3mനെ കാട്ടി ലെസ് ദാൻ ആര്? 12 ലെസ് ദാൻ 12. 3mനെ 3 ടൈംസ് എന്ന് പറയുമ്പോൾ 3m മൈനസ് 12 ഈക്വൽ ടു 27. ഓക്കെ ആയോ? നമ്മൾ ഇതുവരെ ഇക്വേഷൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി എങ്ങനെയാണ് ആ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അത് സോൾവ് ചെയ്യുന്നത്? ആരാ എൻ്റെ കൂടെ സ്പീഡിൽ ചെയ്യുന്നതെന്ന് മിസ് ഒന്ന് നോക്കട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടുകൊണ്ട് എളുപ്പം എഴുതണം. 5 ഈസ് ആഡഡ് ടു എ നമ്പർ. ദ സം ഈസ് 27. ഫൈൻഡ് ദ നമ്പർ. അപ്പം എപ്പോഴും ഓർത്തോണം, ഈ ചാപ്റ്ററിൽ എന്ത് തുടങ്ങിയാലും എഴുതണം ലെറ്റ് ദ നമ്പർ ബി എക്സ്. മിസ് മറന്നാലും നിങ്ങളത് മറക്കരുത് കേട്ടല്ലോ. മിസ് സ്പീഡിൽ പഠിപ്പിച്ചങ്ങ് എടുക്കുന്നേ ഉള്ളൂ. 5 ഈസ് ആഡഡ് ടു എ നമ്പർ എന്ന് പറഞ്ഞാൽ എങ്ങനെ? 5
ഒരു നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്തു. എക്സ് പ്ലസ് 5 ഈക്വൽ ടു 27. പറഞ്ഞു എളുപ്പം. എക്സ് ഈക്വൽ ടു 27 മൈനസ് 5. ഇസ് ഇറ്റ് 22? വെരി ഗുഡ്. അടുത്ത വായിച്ചേ. 4 times a number decreased by 3 equals 27. അപ്പോൾ ആദ്യത്തെ വരി let the number be x. ഇവിടെ 4 times a number decreased by 3. അപ്പോൾ 4x minus 3 equal to 29. What is the answer? 4x equal to 29 plus 3. 32. X is equal to 8. Isn't it? Then, അടുത്ത third question ഉറച്ചു വായിച്ചോ. The sum of 3 consecutive natural number is 51. അപ്പം നമുക്ക് 3 consecutive natural number എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 എക്സെട്രയ്ക്ക് വിളിക്കുന്ന പേര്. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ് എടുക്കുന്നു, എക്സ് പ്ലസ് 1 എടുക്കുന്നു, എക്സ് പ്ലസ് 2 എടുക്കുന്നു. എന്താ അവർ പറഞ്ഞേക്കുന്നത്? ദ സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് 51 എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 51 കിട്ടണമെന്ന്. എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 ഈസ് ഈക്വൽ ടു 51. എക്സ് എത്ര എണ്ണം ഉണ്ട്? 3x പ്ലസ് 3 ഈക്വൽ ടു 51. കിട്ടിയ മോളെ? 3x ഈസ് ഈക്വൽ ടു 51 മൈനസ് 3 ആരാ പറയുന്നേ? 3x ഈസ് ഈക്വൽ ടു 48 അല്ലേ? 48 49 50 51. യെസ്. അപ്പം എക്സ് ആരാ? 48/3 പഠിച്ചവരാരുണ്ട്? ഇസ് ഇറ്റ് 16? എളുപ്പം ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. 16 × 3 ഈസ് 48. അപ്പോൾ എക്സ് ആണ് 16 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ 16. അപ്പോൾ അടുത്ത നമ്പർ 17, അടുത്ത നമ്പർ 18. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പം 51 കിട്ടുന്നത്. ഓക്കെ ആയോ? അടുത്ത വായിച്ചേ. സ്പീഡ് ചെയ്യാൻ വേണ്ടിയാ മിസ്. 1/3 of a number is 10. Find the number. 1/3 of a number. We know that let the number be x. 1/3 of a number. Of എന്ന് പറഞ്ഞാൽ മാത്സ് എന്തോ? 1/3 into x is equal to 10. x/3 equal to 10. Cross multiply. x is equal to 30. x 30 കിട്ടിയോ? നല്ലതായിട്ട് കിട്ടിയെങ്കിൽ റെഡ് പെന്നൊക്കെ അടുത്ത് വെച്ചോണ്ട് വേണം ഇരുന്ന് പഠിക്കാൻ. ടിക്ക് ഇടണം അവിടെ അല്ലേ? എന്നിട്ട് വേണമെങ്കിൽ ഒരു വെരി ഗുഡോ സ്റ്റാറോ ഒക്കെ ഇട്ട് കൊടുത്തേരെ. കണ്ടോ? ഓക്കെ ആയോ? ദെൻ ഫൈൻഡ് എ നമ്പർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/5 ഓഫ് ഇറ്റ്സെൽഫ് ബൈ 4. നിങ്ങൾ പറയാം വായിച്ചപ്പോൾ തന്നെ പാടാന്ന്. ഫൈൻഡ് എ നമ്പർ. അപ്പം നമ്മുടെ നമ്പർ ആരാന്ന് പറഞ്ഞു? എളുപ്പം പറഞ്ഞു. നമ്മുടെ നമ്പർ എക്സ്. ഫൈൻഡ് എ നമ്പർ. ഞങ്ങൾ കണ്ടുപിടിച്ചു മിസ്സേ ഒരു നമ്പർ എക്സ്. വിച്ച് ഈസ് എന്ന് പറയുമ്പം ഈക്വൽ ടു എങ്ങനെന്ന്? ഗ്രേറ്റർ ദാൻ 1/5 ഓഫ് ഇറ്റ്സെൽഫ്. 1/5 ഓഫ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ 1/5 ഇൻറ്റു എക്സ് ബൈ 4 എന്ന് പറഞ്ഞാൽ പ്ലസ് 4. ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടോ. ഫൈൻഡ് എ നമ്പർ. ലെറ്റ് ദ നമ്പർ ബി എക്സ്. വിച്ച് ഈസ് എന്ന് പറയുമ്പം ഈക്വൽ ടു. ഒന്നുകൂടെ മിസ് എഴുതാം. എക്സ് ഈക്വൽ ടു 1/5 ഓഫ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ 1/5 ഓഫ് ഇറ്റ്സെൽഫ് എന്ന് പറഞ്ഞാൽ x/5 പ്ലസ് 4 അല്ലേ? ആരെപ്പുറത്തോട്ട് വരും? ഈ x/5 ഇപ്പുറത്ത് വരുമ്പോൾ എക്സ് മൈനസ് x/5 ഈക്വൽ ടു 4. എങ്ങനെ? LCM. ഇപ്പം ഈ 5 എക്സിന് കൊടുക്കുമ്പം 5x minus x the whole by 5 equal to 4. What is 5x minus x? 4x by 5 equal to 4. എളുപ്പം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ കൊച്ചു കുഞ്ഞുങ്ങൾ. 4x is equal to 20. x is equal to 20/4. 5 കിട്ടിയ മോനെ? x is equal to 5. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. സിക്സ്ത് ക്വസ്റ്റ്യൻ. വെൻ എ നമ്പർ ഈസ് ആഡഡ് ടു 1, the result is 5 more than
twice the number. നമ്മൾ എങ്ങനെ വായിക്കുന്നോ അങ്ങനെയാണ് നമ്മുടെ കൺവേർഷൻ നടക്കുന്നത്. When a number is added to 1, നിങ്ങൾ എന്താ സ്റ്റാർട്ട് ചെയ്തത്? Let the number be x. ഇനി അത് സെൻറ്റൻസ് കൺവേർട്ട് ചെയ്തേ. When the number is, നമ്മുടെ നമ്പർ x, added to 1 എന്ന് പറയുമ്പം x plus 1, the result is എന്ന് പറയുമ്പോൾ ഞാൻ equal to 5 more than, മാത്സിലെ മോർ ദാൻ പറഞ്ഞേ, 5 plus twice the number. twice the number എങ്ങനെ എഴുതും? 2x. x plus 1 is equal to 5 plus 2x. അല്ലേ? അപ്പം 2xൻ്റെ അടുത്തോട്ട് എക്സ് കൊണ്ടുവരണം. 2x മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 5 മൈനസ് 4 ഈക്വൽ ടു എക്സ്. എക്സ് ഈസ് ഈക്വൽ ടു ആര് കിട്ടി? -4. ഫൈൻഡ് എ നമ്പറിനെ പറഞ്ഞിട്ടുള്ളൂ, പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും അവർ പറഞ്ഞിട്ടില്ല. 7th വൺ ആരാ വായിക്കുന്നേ? 5 times a number exceeds 90 by 10. 5 times a number, എല്ലാവരും എഴുതി കഴിഞ്ഞോ? ലെറ്റ് ദ നമ്പർ ബി എക്സ്. 5 times a number എന്ന് പറഞ്ഞാൽ പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ, 5x. എക്സീഡ്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം എഴുതിയാൽ മതി, മൈനസ് എക്സീഡ്സ് 90. അപ്പം -90 by 10 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 10. ഒന്നുകൂടെ വായിച്ചേ. 5 times a number എക്സീഡ്സിൻ്റെ സിമ്പൽ എന്ത് കൊടുത്താൽ മതി? -90. 5x ഈക്വൽ ടു 100. എക്സ് ഈസ് ഈക്വൽ ടു 20. ഒരു 10 സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല അല്ലേ? അടുത്ത ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. പറഞ്ഞോ. മിസ്സിന് ഇന്ന് ഈ ടെക്സ്റ്റ് കണ്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് മിസ് ഇരുന്ന് അങ്ങ് ചെയ്യുക. മാത്സ് പഠിക്കുന്നത് തന്നെ എന്ത് രസമല്ലേ അല്ലേ? 8th question. The length of a rectangular field is 6 meter more than its breadth. അപ്പോൾ ഈ ലെങ്തിൻ്റെ കണ്ടീഷനാണ് പറഞ്ഞേക്കുന്നത്. ബ്രെഡിനെ കാട്ടി 6 meter മോർ ദാൻ. അപ്പം ഞാൻ ബ്രെഡ്ത്ത് ബി ഈക്വൽ ടു എക്സ് എന്ന് കൊടുത്തു. ലെങ്ത് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 6 മോർ ദാൻ ഇറ്റ്സ് ബ്രെഡ്ത്ത്. അപ്പോൾ ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ ലെങ്ത് എക്സ് പ്ലസ് 6. അടുത്ത കണ്ടീഷൻ വായിച്ചോ? ആരെങ്കിലും ക്വസ്റ്റ്യൻ വായിച്ചോ? ദ പെരിമീറ്റർ ഓഫ് ദ ഫീൽഡ് ഈസ് 84. ഫൈൻഡ് ദ ലെങ്ത്. 6th ലാസ്റ്റിലായത് നമ്മൾ. അപ്പം പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എൽ പ്ലസ് ബി ആണോ? പെരിമീറ്ററിൻ്റെ സ്ഥാനത്ത് 84 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എല്ലിൻ്റെ സ്ഥാനത്ത് വളരെ ശ്രദ്ധിക്കണം, എക്സ് പ്ലസ് 6, ബ്രെഡ്ത്തിൻ്റെ സ്ഥാനത്ത് എക്സ്. ഇത് മൊത്തം കൂടെ ഒരു ബ്രാക്കറ്റിലായതുകൊണ്ട് ഞാൻ ഈ 2 ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. ഇൻറ്റു ഇപ്പുറത്തോട്ട് വരുമ്പോൾ ആരാകും? ഡിവിഷൻ ആകും. 84/2 ആരാ എളുപ്പം പറയുന്നത്? 42 ഈക്വൽ ടു, ഇവിടെ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 6 കിട്ടിയോ? 2x മാത്രം അവിടെ ഇടുമ്പം 42 മൈനസ് 6 പറഞ്ഞ മോനെ 36 ആണോ? x ഈസ് ഈക്വൽ ടു 36/2 ഈസ് 18. x ആരായിരുന്നു? ബ്രെഡ്ത്താണ് 18. അപ്പം ലെങ്ത് എത്ര? 18 + 6 ഈക്വൽ ടു 24. ഓക്കെ, ഇത്രയും പഠിച്ചിട്ടിരിക്കുമ്പോൾ മിസ്സ് അടുത്ത ക്ലാസ്സിലേക്കുള്ള ഇതിനെക്കാട്ടിലും എഴുതാൻ ഇച്ചിരി കൂടെ ഉള്ള ഇക്വേഷൻസിൻ്റെ പ്രോബ്ലം ചെയ്തിടാം. ഓക്കെ, സ്റ്റഡി വെൽ. ഗാഡ് ബ്ലെസ് യു.